ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഭഗവാന്റെ സ്നേഹം ഭക്തിയൊക്കെ അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ ഭഗവാന്റെ കൃപയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും നന്മയും ആയുരാരോഗ്യവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് ഭാഗവതമാണെന്ന് വായിക്കുന്നത്. ഇത് ഇപ്പോൾ ശിവരാത്രി അടുത്തല്ലോ. ഞാൻ എഴുതിയ ഒരു കൊച്ചൊരു നാമമാണ് ശിവനും. അത് അർദ്ധനാരീശ്വര. അതാണ് ഈ ഫോട്ടോയിൽ ഇവിടുത്തെ അമ്പലത്തിലെ കഴിഞ്ഞ വർഷത്തെ ശിവപുരാണ ജ്ഞാനയജ്ഞത്തിൻ്റെ. അല്ലാതെ എനിക്ക് ശിവഭഗവാന്റെ ഫോട്ടോയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ആ നാമം ചെല്ലാന്ന് കരുതി എടുത്തു വെച്ചതാ. ഞാൻ എഴുതിയ ഒരു അർദ്ധനാരീശ്വരൻ എന്ന് വെച്ചാൽ ഭഗവാൻ പരമാത്മാവായ പിതാവും പരാശക്തിയാണല്ലോ. അത് പാർവതിയെന്നും എല്ലാം ദുർഗയെന്നും ഭദ്രകാളിയും എല്ലാം പരാശക്തിയുടെ ഓരോ അവതാരങ്ങളാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു നാമമാണ്. അത് ഞാൻ ചൊല്ലാം. എന്നുവെച്ചാൽ ചോദിക്കും, സർവ വിഷ്ണു ആയാലും കൃഷ്ണനായാലും ബുദ്ധനും അള്ളാഹുവും ഇതെല്ലാം ഏകമാണെന്നുള്ളൊരു നാമമാണ്. എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇതിലുണ്ട് ഈ നാമത്തിൽ. കഫം ഉള്ളതുകൊണ്ട് ചൊല്ലാൻ പറ്റുന്നില്ല. എങ്കിലും ഒക്കുന്നൊക്കെ ചൊല്ലാം മക്കളെ. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ? ഭഗവാൻ അമ്പിളിക്കല ചൂടിയേക്കുന്നു. അതുകൊണ്ട് ഗംഗയുണ്ട് തലയിൽ ഉച്ചിയിൽ. അപ്പം ഗംഗാധരനെന്നും അമ്പിളിക്കല ഇതൊക്കെയാണ് ആ നാമത്തിലുള്ളത്. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. അർദ്ധനാരീശ്വരനീ തൃക്കൺ പാർക്കണമേ ആദിമധ്യാന്തസ്ഥിതനേ കൈലാസപതേ ചന്ദ്രശേഖര പെരിയൂരേ. വിഷ്ണുവും ശിവനും നീ ഗണപതി ഭഗവാൻ നീ കൃഷ്ണനും ബുദ്ധനും നീ അള്ളാഹുവും ക്രിസ്തുവും നീ ശാസ്താവും മുരുകനും പരബ്രഹ്മ പൊരുളേ നീ അഖിലർക്കും ഏകദൈവം ഓങ്കാര പരമ്പൊരുളേ. ഞാനെന്നും നീയെന്നും ഭേദമില്ല ആത്മരൂപം കാണായതെല്ലാം ഞാനായ പരബ്രഹ്മം ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. ശിവനെ സുരസുരർ സ്തുതിച്ചിടും ഭക്തർ ഭജിച്ചിടും യോഗികൾ ജപിച്ചിടും യോഗേശ്വരൻ. ശിവനെ സുരസുരർ സ്തുതിച്ചിടും ഭക്തർ ഭജിച്ചിടും യോഗികൾ ജപിച്ചിടും യോഗേശ്വരന്. സർപ്പഹാരനെ നീലകണ്ഠന് പശുപതീശ്വര നമോ നമ. ഭസ്മധൂളിത അഗ്നിനേത്രന് ഉമാമഹേശ്വര നമോ നമ. കാമദഹനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ. കാമദഹനനെ കാരുണ്യാലയ പാർവതീശ്വര നമോ നമ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. അർദ്ധനാരീശ്വരനീ തൃക്കൺ പാർക്കണമേ ആദിമധ്യാന്തസ്ഥിതനേ കൈലാസപതേ ചന്ദ്രശേഖര പെരിയൂരേ. അമ്പിളിക്കല ചൂടും ഗംഗാധരനീ ചന്ദ്രശേഖര പെരിയൂരേ. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ കണ്ണൻ്റെ ഒരു നാമം കൂടെ ചൊല്ലാം. ഈ കാണാതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നാമമാണ്. അത് ഒരു മകൾ എന്നോട് പറയുകയും ചെയ്തു, അമ്മേ അതൊന്ന് ഒന്നും കൂടെ ചെല്ലണേ നാളേന്ന്. അപ്പോൾ നമുക്ക് കാണുന്നതെല്ലാം സിനിമാ ഗാനമാണ് പണ്ടത്തെ.
ഈ കാണാതെല്ലാം പരമാത്മാവിൻ്റെ അംശമാണല്ലോ, കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണല്ലോ. അങ്ങയുടെ മായയാണല്ലോ, മായിക അങ്ങയുടെ രൂപമാണ്. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി, കാളി നീന്തി കയറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ഘോരമാരിയേറ്റു ഗോകുലം വലഞ്ഞപ്പോൾ, ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളൂ കൃഷ്ണരൂപം. അഖിലവേദ പൊരുളും ആനന്ദ കാതലും, അഖിലവേദ പൊരുളും ആനന്ദ കാതലും, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. മക്കളെ, നമുക്ക് പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വേണ്ടുന്നത്. നമുക്ക് ഭഗവാൻ പരമാത്മാവായ ശിവഭഗവാന്റെ പത്നിയായ പരാശക്തി, ആ പരാശക്തി കുണ്ഡലിനി ശക്തി നമ്മളിൽ ദേഹത്തിലെല്ലാം മൂലാധാരത്തിലിരിക്കുന്ന ആ ജീവസ്വരൂപിണിയെ, ആ മൂലപ്രകൃതി ചിന്മയായിരിക്കുന്ന ആ അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് വരുമ്പോഴേ അവിടുന്ന് ആ അമ്മ ഉണർന്ന് മൂലാധാരത്തിൽ നിന്ന് എഴുന്നേറ്റ് എവിടെ ചെല്ലണം? പതുക്കെ ഭക്തി വർദ്ധിക്കുന്നത് പോലെ ആ പ്രാർത്ഥന അങ്ങനെ വരുമ്പോഴേ ലയിച്ച് പരമാത്മാവിൽ ലയിക്കൂ. ആ പിതാവായ ആ പിതാവ് പരൻ ലോകമാതാവും ലോകപിതാവും ഒന്നായി ചേർന്നൊരു ലയമുണ്ട്. മൂലാധാരത്തിൽ നിന്ന് ആ അമ്മ അവിടുന്ന് പതുക്കെ പൊങ്ങി ആറാധാരവും കടന്ന് സഹസ്രാര പത്മത്തിൽ ചെല്ലുമ്പോൾ അവിടെ ശിവ, ആ മംഗളസ്വരൂപനും ഈ പരാശക്തി ജീവസ്വരൂപനെ ആ അമ്മയും ലയം ഉണ്ടാകുന്നതാണ്. നമ്മൾ തന്നെ ഇരിക്കുന്ന ആ ശക്തി തന്നെ, ആ പവർ തന്നെയാണ് ഇത്. അതിൻ്റെ ലയത്തിനാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഈ ലയം. അത് ഒരു ആനന്ദ ലഹരിയാണ്. അതിൻ്റെ ഒരു നാമമാണ് ഞാൻ പണ്ടേ എഴുതിയതാണ്. അത് ഞാനൊന്ന് ചൊല്ലാം. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി. വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കെട്ടുകളെട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. കെട്ടുകളെട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. ആധാരം ആറും കടക്കൂ അമൃതവർഷിണി പൊഴിക്കൂ. ബ്രഹ്മസോദയിൽ ലയിക്കൂ, ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ. ശൂന്യം
കെട്ടുകൾ എട്ടും അറുക്കൂ എന്ന് പറഞ്ഞ ശത്രുക്കളാണ് നമ്മളെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. അതാണ് കെട്ടുകൾ എട്ട്, എട്ട് ശത്രുക്കൾ. അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോഴേ ഈ ആനന്ദലഹരിയിൽ നമുക്ക് ആറാടാൻ നമുക്ക് ഹൃദയം നല്ലതായി ഒരു പരിശുദ്ധമായ ഹൃദയവും ആനന്ദലഹരി വേണമെങ്കിൽ സർവ്വ കെട്ട ദോഷങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. അത് ആ അമ്മ തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി ആ പവർ ശക്തി അങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം തനിയേ ഹൃദയത്തിൽ നിന്ന് എന്താ കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംബ് അഹങ്കാരങ്ങൾ ഇങ്ങനെ ഉള്ള കെട്ടുകളൊക്കെ അഴുക്കളെല്ലാം മാറി നീങ്ങി ദൂരെ പോകും. അപ്പോൾ അതൊരു ആനന്ദ ലഹരിയായിട്ട് പിന്നെ മാറാൻ ഇത് പോയേ പറ്റൂ. അതായത് അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനം മാറാത്രത്തോളം കാലം അതും ഒരു ശത്രുവാണ്. അജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ നാമം ചൊല്ലിയ ആരെങ്കിലും കേൾക്കുമോ? നാണക്കേടാണോ? ഭക്തിയായിട്ട് ചൊല്ലാൻ പറ്റുമോ? വല്ലവരും കേട്ടാൽ എന്ത് പറയും? നമുക്ക് തുറവിയില്ല, അജ്ഞാനം കൊണ്ട് മൂടിയിരിക്കുക. അജ്ഞാനം മാറാത്തടത്ത് എങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടായി, എങ്ങനെ ഹൃദയത്തിൽ പരമാത്മാവ് വരും, ലയിക്കും, ആനന്ദലഹരി എങ്ങനെ കിട്ടും? ഇന്ന് ലോകത്തെല്ലാവർക്കും ഞാൻ ചൊല്ലുന്നത് വല്ലവരും കേൾക്കുമോ? ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ഭയങ്കര നാണക്കേടുമല്ല. ബാക്കി ഈ ലോകത്തിലെ വിഷം പിടിച്ച ഏത് ദുഷിപ്പുകളും പറയുന്നതിനോ കേൾക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല. അത് യൂട്യൂബിൽ കൂടെ ആയാലും ഇതിലേക്കൂടെ എന്തെല്ലാം അവകാശങ്ങളാണ് കേൾക്കുന്നതും പറയുന്നതും കാണുന്നതും. അതിലെങ്കിൽ ഒരു കുറച്ചിലുമില്ല. ഈശ്വരനെ ആരാധിക്കുന്നത് ആരെങ്കിലും കേൾക്കുമോ എന്നൊരു ഭയം, അജ്ഞാനം. അതെന്തൊരു കുറച്ചില്ല. അങ്ങനെ ഉള്ളിടത്തോളം കാലം എങ്ങനെ ഈ ഈശ്വരനിൽ ലയിക്കാൻ പറ്റും? നമ്മൾ എങ്ങനെ ലയം പ്രാപിക്കും? അപ്പോൾ അജ്ഞാനം എന്നുള്ളത് മുമ്പേ കളയണം. നമ്മളെല്ലാവരും കേൾക്കാനാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ പ്രപഞ്ചം മൊത്തവും സർവ്വ ജീവജാലങ്ങളും ഈ നാമം കേൾക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. ഒരു സർപ്പം പോലും തല ഉയർത്തി നിന്ന് കേൾക്കുന്ന പറഞ്ഞത്. പ്രപഞ്ചം വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ഒക്കെ അവർക്കും ഉണ്ട് ഇതുപോലുള്ള. നമുക്കറിയാം ഇപ്പോൾ എത്രമാത്രം മനുഷ്യനേക്കാൾ എത്ര ഭേദമാം ഈ മൃഗങ്ങൾ. എന്താ അറിയാത്തത് അവർക്ക്? അപ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. ഒരജ്ഞാനവും കാട്ടരുത്. ഭഗവാൻ അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. അജ്ഞാനം ഉണ്ടെങ്കിൽ ഭഗവാന് യാതൊരു പിടുത്തവും വരത്തില്ല. അതൊരു ഭക്തനല്ല. വെറുതെ ഭക്തി എന്ന് പറയാനേ പറ്റൂ. അജ്ഞാനം മാറി നമ്മൾ തുറവിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾ കൃപ കിട്ടുന്നത്. ആ കൃപ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ അഹങ്കാരങ്ങളും ക്രോധങ്ങളും എന്താ വെച്ചാൽ ദുഷിപ്പും കുശുമ്പും അസൂയയും. അസൂയ പെരുത്തവരാ ലോകം മൊത്തം. ആര് നന്നാവുന്നു അല്ലെങ്കിൽ നമുക്കില്ലാത്ത മറ്റവർക്ക് വേണ്ട, ഇതാണ് അസൂയ. അങ്ങനെയുള്ളതെല്ലാം മാറാതെയും അജ്ഞാനം നമ്മൾ പറയുന്ന എൻ്റെ മക്കൾ പണ്ട് പറയാം, അമ്മ ഇങ്ങനെ ഇങ്ങനെ നാമച്ച വഴി ആളുകൾ പോകണമെന്ന്. ഞാൻ 2-3 മണിക്കൂർ അന്നൊക്കെ നല്ല പോലെ പാടാനും പ്രാർത്ഥിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് പ്രായം കഴിഞ്ഞു പോയി. ഞാൻ നന്നായി ആലപിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെ എൻ്റെ ഇഷ്ടത്തിന്, വേറെ ആൾക്ക് കേൾക്കുമ്പോൾ ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രത്യേക ഒരു സമയം ഉണ്ടായിരുന്നു. അത് നന്നായി തന്നെ ഈശ്വരനെ ആരാധിച്ചത് കൊണ്ടാണ് എൻ്റെ ഭഗവാൻ ഇന്നെനിക്ക് യാതൊന്നും വേണമെന്ന് ആഗ്രഹമേ ഇല്ല. എല്ലാം നിറവാ ഒന്നും. കാരണം കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ. ഈ ഒരു നാമം ഒരു കുട്ടി, എനിക്ക് ഒരു മകൾ രാധാ ശിവാനന്ദൻ, ഇത് കമൻസ് ചെയ്യുന്ന കുട്ടിയാണ്, എൻ്റെ ഇത് കേൾക്കുന്ന. അതെനിക്ക് ഇട്ട് തന്നു. അപ്പം ഞാൻ കരുണ ചെയ്യുവാൻ എന്ത് താമസം എന്ന് പറയുമ്പോൾ ഞാൻ ആ പാട്ട് എങ്ങനെ പാടും? ഭഗവാൻ എന്ത് വിചാരിക്കും? എനിക്ക് ഒന്നും തന്നെ, എനിക്ക് കിട്ടിയതെല്ലാം തൃപ്തികരമാണ്. ലൗകികമായാലും ആത്മീയമായാലും എനിക്ക് ഒന്നും ഇനി വേണ്ട. എനിക്കിനി പോകേണ്ട വഴി നോക്കിയിരിക്കുക. നമുക്കൊരു യാത്ര പോകണം, ഒടുക്കത്തെ യാത്ര. ആ യാത്രയ്ക്കുള്ള ഒരുക്കമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, എല്ലാം നിറവാ. പിന്നെ അപ്പോൾ ഈ പാട്ട് എങ്ങനെ പാടും? കരുണ ചെയ്യുവാൻ എന്ത് താമസം എന്ന് ഞാൻ ഭഗവാനോട് എങ്ങനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും? പിന്നെ ഞാൻ വിചാരിച്ചു, ആ ഒരു പാട്ട് പാടുമ്പോൾ എല്ലാ ഭക്ത മക്കൾക്കും വേണ്ടി അത് പാടാം. കരുണ ചെയ്യുവാൻ എന്താ കണ്ണാ താമസം? എൻ്റെ ഭക്ത മക്കൾക്ക് എല്ലാവർക്കും കരുണ കൊടുക്കൂ എന്നെനിക്ക് പറയാം. അല്ലാതെ എനിക്കത് വേണമെന്ന് പറയാൻ എനിക്ക് എന്നെ അത്രമാത്രം ഭഗവാൻ എന്ത് ചിന്തിക്കും? കാരണം ഇതെന്നേ ഭഗവാൻ എനിക്കുള്ള ആവശ്യത്തിന് ഭഗവാൻ തന്നിരിക്കുക. വേണ്ടുന്ന കൃപ കരുണ എല്ലാം എൻ്റെ കണ്ണൻ എനിക്ക് തന്നു. പിന്നെ ഇനി അതിനപ്പുറത്ത് എനിക്കൊന്നും വേണ്ട. പിന്നെ അത് എന്തിന് ആ പാട്ട് പാടുമ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഒന്നും ചോദിക്കാൻ എനിക്കൊന്നും വേണ്ട. സർവ്വതും തൃപ്തികരമാണ്, ഒന്നും ആവശ്യമില്ല. ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും തന്നെ എല്ലാം തൃപ്തികരമാണ്. ഉള്ളത് നിലനിന്നാൽ മതി. ഭക്തി ആയാലും അത് മരണം വരെ എനിക്ക് നിലനിൽക്കണം. ഭഗവാനുള്ള ഭക്തിയും സ്നേഹവും അതുപോലെ തന്നെ ഉണർവും ശ്രദ്ധയും ഓർമ്മയും ഇത് നമുക്ക് ആവശ്യം. അതൊക്കെ എനിക്ക് ഇപ്പം ഉള്ളതുപോലെ നിന്നാൽ മതി.
അല്ലാതെ എനിക്ക് അധികപ്പറ്റായിട്ട് ഒന്നും വേണ്ട. പിന്നെ അഥവാ എനിക്ക് എന്തെങ്കിലും അധികപ്പറ്റ വേണമെന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവാൻ തരട്ടെ, എനിക്ക് ചോദിക്കാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്താ എനിക്കിനി വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെ എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഈശ്വരൻ തരുമല്ലോ, അത് മതി. അപ്പോൾ എല്ലാവരും, ഞാൻ ആ പാട്ട് പഠിച്ചിട്ട് ഞാൻ പാടാം, അല്ലാതെ ഇപ്പം അറിയില്ല, അതിൻ്റെ ടൂൺ പോലും എനിക്ക്, ഞാൻ ഒരു വരി മാത്രമേ എനിക്ക് അറിയൂ. എല്ലാവർക്കും നമസ്കാരം മക്കളെ, ഭാഗവതം വായിക്കാം ഇനി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാനും കുട്ടികളും പശുക്കളുമായിട്ട് സായാഹ്ന സന്ധ്യ ആയപ്പോൾ അമ്പാടിയിലേക്ക് പോകുന്നത് കുഴൽവിളി കേട്ടപ്പോൾ തന്നെ ഗോപസ്ത്രീകൾ എന്തു വന്നു, പിന്നെ അതായത് മന്ദം കുഴൽ വിളിക്കുന്നത് കേൾക്കയാൽ വന്നു തുടങ്ങി മുകിൽ വർണ്ണൻ ഉണ്ണിയെന്നുണ്ണി. വ്രജസ്ത്രീകൾ ആനന്ദം ഉൾക്കൊണ്ട് കണ്ണുകളെയും വഴിയിൽ തന്നെ നിന്ന്. കാരണം ഭഗവാൻ വരുന്ന വഴിയിൽ കാത്തു നിൽക്കുക. എങ്ങനെ നിൽക്കുന്നത് ഒന്നും അറിയാതെ, മറ്റൊന്നും ചിന്തിക്കത്തില്ല. അവിടെ ഉള്ള എപ്പോഴും ആ ഭഗവാൻ കൃഷ്ണൻ്റെ മുഖം തന്നെ മനസ്സിൽ. അങ്ങ് നിന്നു പോയാർ ബലാൽ. എന്നിട്ടോ എങ്ങനെയാ നിൽക്കുന്നത്? നിർമ്മലാകാരമാം ഭിത്തിമേലെങ്ങുമേ നിർമ്മിത രൂപമാം ചിത്രരൂപികളെ പോലെ. നല്ല അഴുക്കില്ലാത്തൊരു നല്ലൊരു ഭിത്തിയിൽ, വീട്ടിൻ്റെ ഒരു ഭിത്തിയിൽ നിർമ്മിതമായ ഒരു ചിത്രം വരച്ചെങ്ങനെ, ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചാൽ എങ്ങനെ നിൽക്കും? ചലനമില്ലാതെ ഒരു ചിത്രം നിന്നതുപോലെ. കാരണം അവർ മറ്റൊന്നും ചിന്തിക്കാതെ ലംബമായി നിൽക്കുക. എന്താ മനസ്സിൽ കുഴൽ വിളിക്കുന്നു, ഇവിടെ എത്തും, ആ ഒരു ശ്രദ്ധ മാത്രം. അതിനാണ് ഇവിടെ ഭിത്തിയിൽ ഒരു ചിത്രം വരച്ച് നിന്നാൽ എങ്ങനെ ചിത്രരൂപികളെ പോലെ നിൽക്കുക, ചലിക്കാതെ മനസ്സെല്ലാം ആ ഒരു ഏകാഗ്രമായി ഭഗവാനുള്ള ആ കണ്ണനെന്നുള്ളൊരു ചിന്ത മാത്രം. അങ്ങനെ ഭഗവാൻ അങ്ങനെ വന്നു. മന്ദസ്മിതാനനാംബോരുഹം കൊണ്ടുടൻ മന്ദം വികസിച്ചു. കണ്ടളവ് അന്തികേ സുന്ദരിമാർ നയനഭ്രമരം മകരന്തം നുകർന്ന് തൃപ്തിയാ തഴുകിടിനാർ. ഭഗവാൻ അങ്ങനെ പുഞ്ചിരിയോടുകൂടി വരുന്ന കണ്ട്, മന്ദം വികസിച്ച് കണ്ട്, ഭഗവാന്റെ മുഖം വികസിച്ച് ലാവണ്യത്തോട് കണ്ടളവ് അന്തികയെ അടുത്ത് വന്നപ്പോൾ ഈ സുന്ദരിമാരായ ഗോപസ്ത്രീകൾ എന്ത് ചെയ്തു? നയനഭ്രമരം, വണ്ട്, കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ ലംബമായിട്ട് കണ്ണനെ തന്നെ നോക്കി നിന്ന് എങ്ങനെ വണ്ടുകൾ തേൻ നുകരുന്നത് പോലെ കൃഷ്ണമണി ആകുന്ന ഭ്രമരം വണ്ട് മകരന്തം തേൻ നുകർന്ന് തൃപ്തിയാ തഴുകിയിടിനാർ. ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ അവരുടെ നയനം എന്നുവെച്ചാൽ വണ്ടുകൾ തേൻ കുടിക്കാനിരിക്കുന്നത് പോലെ ഭഗവാന്റെ മുഖത്തേക്ക് തന്നെ അവരിങ്ങനെ നോക്കി തഴുകുന്നു, കണ്ണുകൊണ്ട് തഴുകുന്നു. അത്രമാത്രം തേൻ കുടിക്കുന്നത് പോലെ, വണ്ടുകൾ തേൻ നുകരുന്നത് പോലെ അവരുടെ കണ്ണ് ഭഗവാനിൽ തന്നെ ഒരു ലയത്തോടുകൂടി തഴുകുന്നു. തൃപ്തിയാ കണ്ണുകൾ കൊണ്ട് എന്തൊരാനന്ദം എന്നൊരു കണ്ണുകൾ തലോടൊക്കെ ഒരു തഴുകക്കം. മന്ദിരേ നിങ്ങൾ പോകുന്നു നന്ദാത്മജൻ ചന്ദ്രസമ ആനനം കൊണ്ട് നിയോഗിച്ചാൻ. നിങ്ങൾ അങ്ങനെ കുട്ടികളോട്, ആ സ്ത്രീകളോട് ഭഗവാൻ, ആ കുട്ടി കുഞ്ഞു കണ്ണനാണ്. കണ്ണൻ മന്ദിരേ, നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഭഗവാൻ കണ്ണൻ ചന്ദ്രസമാനനം കൊണ്ട്, ചന്ദ്രന് തുല്യമായ മുഖമാണ് ഭഗവാന്റെ, ലാവണ്യമേറിയ ചന്ദ്രന് സമമായ മുഖം. അങ്ങനെയുള്ള മുഖത്തോടുകൂടി അവരെ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഭഗവാനെ കാണാൻ വേണ്ടി അവരാ വഴിവരൂന് വന്ന് നിൽക്കുക. ചിത്രരൂപികളെ പോലെ ഒരു നല്ലൊരു അഴുക്കില്ലാത്ത നിർമ്മലമായിരിക്കുന്ന ഒരു ഭിത്തിയിൽ ഒരു ചിത്രം വരച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ സ്ത്രീകളെല്ലാം വഴിവെക്കൽ വന്നിങ്ങനെ അനങ്ങാതെ ഭഗവാനെ തന്നെ ചിന്തിച്ച് നിൽക്കുന്നു. അത്ര സന്തോഷവും ഭഗവാനുള്ള ഭക്തിയും ആ സ്നേഹവും എല്ലാം കൂടെ അവർ എന്തോ വണ്ട് തേൻ നുകരുന്നത് പോലെ അവർ ലയിച്ചു. അതാണ് നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ? നമ്മൾ അജ്ഞാനം മാറിയാലേ നമുക്കും അത് പറ്റൂ. ഈ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് തുറവിയായിട്ട് ഭഗവാനെ ഭജിക്കാൻ പറ്റുന്നില്ല. വീടുകളിൽ ഭജിക്കത്തില്ല. കാരണം എന്താ? ഭർത്താവ് കേൾക്കും, അല്ലെങ്കിൽ മക്കൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അയൽക്കാർ കേൾക്കും എന്നുള്ള രീതിയിൽ അകമഴിഞ്ഞുള്ള ഭക്തിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് ആർക്കും. എല്ലാവർക്കും അജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? കുറച്ചിൽ. ചില പുരുഷന്മാർക്ക് പണ്ട് അമ്പലത്തിൽ പോയി തൊഴുവത്തില്ല, കൈയ്യട് തൊഴുവാൻ നടക്കുന്നത്. വിളക്ക് സന്ധ്യാസമയത്ത് വിളക്ക് അടിച്ചാൽ എഴുന്നേറ്റ് തൊഴുവാൻ നിൽക്കത്തില്ല, അത് നാണക്കേട്. ഇങ്ങനെ പല കാര്യത്തിലൊക്കെ ഉണ്ട്. എല്ലാം മതിയാവും. ഒരു അവസ്ഥ അവർക്ക് സംഭവിക്കുമ്പോൾ അവരിതെല്ലാം കളഞ്ഞ് ഈശ്വരൻ്റെ കാൽക്കൽ വന്ന് വീഴുന്നൊരവസ്ഥ ഭഗവാൻ അറിയാം. അത് ഭഗവാൻ കൊടുക്കുകയും അപ്പോഴെല്ലാം നേരെ വരികയും ചെയ്യും. അങ്ങനെ
കന്നുകിടാങ്ങളുമായധ മന്ദിരേ ചെന്നാരശോദയും രോഹിണീ ദേവിയും നന്ദനന്മാരെ കുളിപ്പിച്ചു, വസ്ത്രവും നന്നായി ഉടുപ്പിച്ചു, മാലകളും ചാർത്തി ചന്ദനം കൊണ്ടണിയിച്ചു, കുറികളും അന്നദാനങ്ങളും ചെയ്യിച്ചു. സാദരം കുഞ്ഞുങ്ങൾ ചെന്നപ്പോൾ രോഹിണി ദേവി ബലരാമനെയും അതുപോലെ തന്നെ യശോദ ഭഗവാൻ കണ്ണനെയും വസ്ത്രമൊക്കെ കുളിപ്പിച്ച് നന്നായി വസ്ത്രമൊക്കെ ഉടുപ്പിച്ചു, മാലകൾ ചാർത്തി ചന്ദനം കൊണ്ട് അണിയിച്ചു, കുറികളൊക്കെ ഇട്ടു, അന്നദാനങ്ങളും ആഹാരങ്ങളൊക്കെ ചെയ്തു സാദരം. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ സന്ധ്യ ആയില്ലോ ചെന്നപ്പം തന്നെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ കുഞ്ഞിനെ മൃദുമെത്തമേലാശോ കിടത്തിനാർ അമ്മമാർ നന്ദനന്മാരെ ഉറങ്ങുവാൻ. ഭഗവാൻ കുഞ്ഞല്ലേ, കണ്ണനൊക്കെ ബലരാമനൊക്കെ 10 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ സമയം ആ 10 വയസ്സിനകത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ 10 ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അതെല്ലാം ചെയ്യിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ മൃദുമെത്തവൻ സുന്ദരമായിരിക്കുന്ന വൃത്തിയുള്ള നല്ല മൃദുതരമായിരിക്കുന്ന മെത്തയിൽ കിടത്തിനാർ ഈ അമ്മമാർ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ. അന്നു രജനി യൗവണ്ണം കഴിഞ്ഞളവ് അന്യദിന ഉഷസിങ്കൽ ഉണർന്നത. അന്നത്തെ ദിവസം രാത്രി, രജനി രാത്രി, അന്ന് അങ്ങനെ രാത്രി കഴിഞ്ഞു. അന്യദിനം കഴിഞ്ഞളവ് അന്യ, ഇവിടെ ആ കൊടുക്കണം, കഴിഞ്ഞളവ് അന്യ എന്ന് വായിക്കണം. അന്യദിനം അടുത്ത ദിവസം നേരം വെളുത്ത് ഉഷസിങ്കൽ ഉണർന്ന് കുഞ്ഞുങ്ങൾ ഉണർന്നിട്ട് എന്ത് ചെയ്തു? നന്ദാത്മജൻ ബലനോട് പിരിഞ്ഞു താൻ മന്ദം സഖികളോടൊന്നിച്ച് പോയി വനം തന്നിൽ നടന്നാൻ പശുക്കളുമായി മുത. ബലരാമൻ പോയില്ല, ബലരാമനോട് പിരിഞ്ഞ്. അന്ന് ബലരാമൻ കൂടെ പോകാതെ ഭഗവാൻ കൃഷ്ണനും സഖികളുമായിട്ട് കൂട്ടുകാരുമായിട്ട് എന്നും രാവിലെ കൃത്യനിഷ്ഠയായിട്ട് പോകുവാണല്ലോ വനത്തിൽ. ഈ പശുക്കളെ മേയ്ക്കാൻ പശുക്കൾക്ക് പട്ടിണിയാവാൻ പറ്റൂ. ഒരുപാട് പശുക്കളുണ്ട്, അവർക്ക് വീട്ടുകളിൽ കിടന്നാൽ അതിന് പട്ടിണിയാവും, മേയ്ക്കാൻ തന്നെ പോകും. എന്ത് ഭഗവാന്റെയൊക്കെ ആ അവസ്ഥ. അവർക്ക് ഒരു ദിവസം മുടക്കമില്ലെന്നുള്ളതാണ്. നമ്മുടെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം അഹങ്കാരം വരുത്ത മക്കളാണ് ഇപ്പം. എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ കൊടുത്താലും കുനിഞ്ഞ കുപ്പ ചെയ്യത്തില്ല. അറിഞ്ഞൊരു വക. അവർ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ ഇപ്പം ഉള്ള ഒന്നിനോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്യാതിരുന്നാൽ പറ്റത്തില്ല. അങ്ങനെയാ. അന്ന് ഭയമാണ്, പേടി, അമ്മയെ പേടി, അച്ഛനെ പേടി. ഒരു കാരണവശാലും അന്നത്തെ ജോലി കാഠിന്യമേറെ ജോലിയുമാണ്. വസ്തുക്കളൊക്കെ ഉണ്ട്, ഒരുപാട് കഷ്ടപ്പാടുള്ള ജീവിതമാണ്. എന്തുകൊണ്ടും കഷ്ടപ്പാടാണ്. അന്നത്തെ ജീവിത ആദായങ്ങളാണല്ലോ ജീവിതത്തിന്. അപ്പോൾ ആദായങ്ങളെല്ലാം സൂക്ഷിച്ചെടുക്കുകയും തേങ്ങ വെട്ടുമ്പോഴായാലും പറങ്കാണ്ടി പിടിക്കുമ്പോഴായാലും മലയിൽ വിളവെടുക്കാൻ ഈ മരച്ചീനി വണ്ടിക്കടിക്കാനായാലും അല്ലെങ്കിൽ ഉണക്കാനായാലും തെങ്ങിലെ തേങ്ങ വെട്ടുമ്പം എല്ലാം ഓലകളെല്ലാം വലിച്ച് വീട്ടിൽ കൊണ്ടുവരണം. തെങ്ങിൻ്റെ ഓരോ കൊല കൈ തൂക്കിക്കൊണ്ടുവരണം, ഇല്ലാത്തതെല്ലാം കൊട്ടേ ചുമക്കണം. ഒരുപാട് തേങ്ങ ഉണക്കുമ്പോൾ അതിന് ഉണക്കാനുള്ള ശ്രമം, ഇതൊക്കെ ഒരുപാട് ജോലിയുണ്ട്. ഓല കീറിയിട്ടാൽ അത് കുതുക്കണം. ഇങ്ങനെയൊക്കെ എന്തെല്ലാം കഷ്ടപ്പാടാണ്. അടുക്കളപ്പണി അല്ല എന്നുള്ളത്. അണ്ടി പറിക്കാനും അതുപോലെ രാവിലെ പോയാൽ ഉച്ച തിരിഞ്ഞാലും വീട്ടിൽ വരാൻ പറ്റത്തില്ല. അന്ന് വിള നിറയും പരങ്കമാവ. ഇതൊക്കെ എടുത്താണ് ആദായങ്ങൾ എടുത്ത അന്നത്തെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് പിറ്റേന്ന് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ഭഗവാനും കുട്ടികളും രാമൻ ഒഴിച്ച് എല്ലാവരും കൂടെ പിറ്റേന്ന് ഇവിടെ പോയി പശുക്കളെയും കൊണ്ട് പോയി. അന്യദിന ഉഷസിങ്കൽ, ഉഷസ് രാവിലെ, അന്യദിനം അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ നന്ദാത്മജൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ ബലനോട് പിരിഞ്ഞ് താൻ മന്ദം സഖികളോടൊന്നിച്ച് പോയി വനം തന്നിൽ നടന്നാൻ പശുക്കളുമായി പശുക്കളുമായിട്ട് ആ വനത്തിലേക്ക് തന്നെ പോയി. എന്നിട്ടോ ജന്യൂ നിവഹ ചൈതന്യ സ്വരൂപനങ്ങ് അന്യോന്യം ഉൾക്കൊണ്ടു ചങ്ങാതിമാരോടും, ഈ മൃഗങ്ങൾ പശുക്കളും ഭഗവാൻ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാനും ചങ്ങാതിമാരും കൂടെ അന്യോന്യം ഉൾക്കൊണ്ട് ചെന്നു യമുനാ പുളിനി പശുക്കൾ പുൽ തിന്നുന്നതും കണ്ടു തങ്ങൾ കളിക്കുമ്പോൾ. പശുക്കൾ അവിടെ മേയാൻ നിർത്തി, അവർ പുല്ല് തിന്നുന്നു. കൂട്ടുകാർ ചങ്ങാതിമാരോടും ഈ ഭഗവാനും കൂടെ കളിച്ച് കാരണം പശുക്കളെ മേയ്ക്കാൻ വിട്ടാൽ ഇവർക്ക് കളിക്കാനല്ലോ സമയമുണ്ടല്ലോ. അങ്ങനെ കളിക്കുമ്പോൾ വന്നു പരന്നോരിളം വെയിലേൽക്കയാൽ. രാവിലത്തെ ഒരു ഇളം വെയിലാണ്, കുട്ടികൾ കളിക്കുമല്ലേ. ആ ചില സമയത്ത് ഇളം വെയിലിന് ഭയങ്കര ഒരു വല്ലാത്ത തളർച്ച ഉണ്ടാകുന്ന സമയമാണ്. അപ്പോഴെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങൾ നന്നായി കളിച്ചും കാണും. അപ്പോഴെന്തൊന്നു വെയിലേറ്റ്
ഇളം വെയിൽ പരന്ന ആ വെയിൽ കൊണ്ട് ഏൽക്കയാൽ മന്ദം തളർന്നു ഗോപാലജാലങ്ങളും. ഗോപാലജാല ജാലം കൂട്ടം, ഗോപാലാൻസ കുട്ടികൾ എല്ലാവരും അവിടെ കളിക്കുന്നത്. പക്ഷെ ഭഗവാൻ അവിടെ ഇല്ല. ഭഗവാൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയേക്കുക. മന്ദം തളർന്നു ഗോപാലജാലങ്ങളും എന്നുവെച്ചാൽ പശുക്കളല്ല, സഖികൾ, കൂട്ടുകാർ, അവർ ജാലം, അതായത് കുട്ടികളെല്ലാവരും പന്നക നായകനാകിയ കാളിയൻ തന്നെ അധിവാസിതമായ മഹാഹ്രദേ. അപ്പോൾ അവിടെ നദിയിൽ കാളിയൻ്റെ അധിവാസമുണ്ട്. അത്ര ഒരു ഹ്രദം, അഗാധമായൊരു സ്ഥലമുണ്ട് നദിയിൽ. കാളിയന്, വലിയൊരു കാളിയന് കിടക്കത്തക്ക അവർ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ അവിടെ കാളിയനുണ്ട്. ആ കാളിയൻ്റെ അധിവാസം അദ്ദേഹം കാളിയൻ വസിക്കുന്ന സ്ഥലത്ത് നിന്ദിതമായ വിഷനീർക്കരങ്ങളാൽ അന്നേരം ആശു കോരി കുടിച്ചിടിനാർ. കുട്ടികൾ ജോലി കളിച്ചു തറന്നപ്പോൾ, ദാഹം വന്നപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? മഹാഹ്രദമാണ് അവിടെ, വലിയൊരു ആഴമുള്ള സ്ഥലത്താണ് ഈ കാളിയൻ കിടക്കുന്ന സർപ്പം. നിന്ദിതമായ, അതായത് വിഷമുള്ള ജലമാണ് അത്, നിന്ദിതമാണ്, ശുദ്ധമല്ല അത്. കുട്ടികൾ ദാഹവും ക്ഷീണവും വന്നപ്പോൾ കൈകൊണ്ടത് കോരി കുടിച്ചു ഈ ജലം. കന്നുകിടാങ്ങളും ചെന്ന് അഗാധസ്ഥമാകുന്ന ജലം നുകർന്നാഹന്ത ജീവനും ഖിന്നതയാ പിരിഞ്ഞൊക്കെ നിരക്കവേ മഞ്ഞിടം തന്നിൽ വീണാരഹോ കേവലം തത്ര തതനു. അങ്ങനെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? പശുക്കളും ദാഹിച്ചു, പശുക്കളും പോയി കുടിച്ചു, കുട്ടികളെല്ലാവരും പോയി കുടിച്ചു. കന്നുകിടാങ്ങളും ചെന്ന് അഗാധസ്ഥമാകുന്ന ഈ ജലം നുകർന്നു. പശുക്കളും കുടിച്ചു, ഈ കുഞ്ഞുങ്ങളും കുടിച്ചു. ജീവനും ഖിന്നതയാ പിരിഞ്ഞു, അവരുടെ ദേഹത്തുനിന്ന് ജീവൻ പോയി. അങ്ങനെ ഖിന്നതയാ പിരിഞ്ഞൊക്കെ നിരക്കവേ മഞ്ഞിടം തന്നിൽ വീണാരഹോ. പശുക്കളും കുഞ്ഞുങ്ങളും അവിടെ വീണു, ജീവൻ അങ്ങ് പോയി ദേഹത്തിൽ നിന്ന്. വിഷമല്ലേ കോരി കുടിച്ചത്? ഈ കാളിയന് ശുദ്ധജലമല്ല, ആ വിഷം എടുത്ത് കോരി കുടിച്ചു. കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. കേവലം തത്ര തതനു ചരാചരാചാര്യനാ ഉത്തമ ശ്ലോകൻ ഉദാരൈക നിർമ്മലൻ കൃഷ്ണൻ ഉദിത ദിനേശ നവരുചി. കൃഷ്ണയൊഴിഞ്ഞു വിവർജിച്ചഴകിയ പുഷ്പലതാരുചി ചേർന്ന വനാന്തര ശില്പങ്ങൾ കണ്ടാനന്ദ സഞ്ചരൻ. ഭഗവാൻ എന്താ അവിടെ എല്ലാം കണ്ട് പുഷ്പലത, വൃക്ഷം, പുഷ്പങ്ങളും ലതകളും, അതായത് പുഷ്പങ്ങളും വള്ളികളും എന്തു പറയുക വൃക്ഷങ്ങളും എല്ലാം ചേർന്ന ഈ വനാന്തരത്തിൽ ശില്പങ്ങളെല്ലാം കണ്ട് ആനന്ദിച്ച് ഭഗവാൻ കൃഷ്ണൻ സഞ്ചരിക്കും അവിടെ മൊത്തവും. കൃഷ്ണൻ ഊദിത ദിനേശ നവരുചി. കൃഷ്ണ ഒഴിഞ്ഞ് ആചാര്യനാണ് തത്ര തതന് ചരാചര ആചാര്യനാ ഉത്തമ ശ്ലോകൻ. എല്ലാവരുടെയും ഭഗവാൻ ഗുരുവാണ്. ആചാര്യനും ചരാചരങ്ങൾക്ക് ഗുരുവായ ഭഗവാൻ ഇവിടെ എന്ത് വന്നു? എല്ലാം ചുറ്റി കറങ്ങി സഞ്ചരിച്ചു, വനത്തിലെല്ലാം കറങ്ങി നടന്നിട്ട് ഒട്ടും അലസാതെ പോന്നു വന്നങ്ങാതി തുഷ്ടിയാ കനിഞ്ഞെഴുന്നെള്ളി നോക്കും വിധോ. എല്ലടവും കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ അടുക്ക വന്നു നോക്കി സൗന്ദര്യമൊക്കെ കണ്ട്, പുഷ്പങ്ങളും ലതകളും വൃക്ഷങ്ങളെല്ലാം കണ്ടിട്ട് വനങ്ങളെല്ലാം നടന്നിട്ട് ഭഗവാൻ വന്ന് നോക്കുന്നു. നോക്കുമ്പോൾ എന്താ അവസ്ഥ? ചത്തുനിരക്കെ കിടക്കും സഖന്മാരും അത്യന്തികസ്ഥ ഗോസംഘവും കാണുകയാൽ. ഗോസംഘം പശുക്കൂട്ടം. ചത്തുനിരക്കെ കിടക്കും സഖന്മാർ, കുഞ്ഞുങ്ങൾ, കൂട്ടുകാർ മൊത്തവും ചത്തു നിരന്ന് കിടക്കുക. അത്യന്തികസ്ഥ ഗോസംഘവും കാണുകയാൽ, പശുക്കളും വെള്ളം കുടിച്ച പശുക്കളും മൊത്തവും അവിടെ കിടക്കുന്നു. ചെറ്റു പരിഭ്രമമുള്ളിൽ ഉണ്ടായത് തെറ്റെന്നടക്കി ഗുണത്രയ കാരണൻ. ഭഗവാൻ എന്ത് ചെയ്തു? അത്യന്തികസ്ഥ ഗോസംഘമൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നിരന്ന് കിടക്കുന്നു. ഭഗവാൻ പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു. അയ്യോ ഇതെന്താ എന്ന് കണ്ണനൊന്ന് ചിന്തിച്ചു. ചെറ്റ് പരിഭ്രമ ഉള്ളിൽ ഉണ്ടായ അത് തെറ്റെന്ന് അടക്കി. പെട്ടെന്നൊരു പരിഭ്രമം വന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഭഗവാൻ അത് അടക്കി. എന്താ അടക്കാൻ കാരണം? ഭഗവാൻ അങ്ങനെ വിഷമിച്ചോടെ നിന്നാൽ പറ്റുമോ? അതുകൊണ്ട് ഭഗവാൻ എന്താ അടക്കി. ഗുണത്രയകാരണൻ ചുറ്റുമിയെന്ന ദിവ്യേഷണം കൊണ്ടു താൻ ചുറ്റപ്പറ്റി നോക്കി പരമാർത്ഥം ഗ്രഹിച്ചുടൻ. ഭഗവാൻ എന്ത് ചെയ്തു? ചുറ്റും ഒന്ന് നോക്കി. ദിവ്യേഷണം, അത് ദിവ്യദൃഷ്ടിയാകുന്ന, അത് കണ്ണുകൊണ്ട്, ഉള്ളിലെ ദിവ്യനേത്രം കൊണ്ട്, കണ്ണ് ദിവ്യമാകുന്ന ജ്ഞാനക്കണ്ണ്, ആ ദിവ്യേഷണം കൊണ്ട് ഭഗവാൻ പറ്റി നോക്കി. ആ കണ്ണുകൊണ്ട് പുറം കണ്ണുകൊണ്ടല്ല, ഭഗവാന്റെ ഉള്ളം കണ്ണുകൊണ്ട് ഭഗവാൻ ദിവ്യനേത്രം കൊണ്ട് നോക്കിയപ്പോൾ പരമാർത്ഥം ഗ്രഹിച്ചു. ഭഗവാന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ചുറ്റും നടന്നു വാമേഷണം തന്നിലങ് ഉറ്റ സുധാബിന്ദു തൂകി കടാക്ഷിച്ചു.
ഭഗവാന് ദിവ്യേഷണം കൊണ്ട് നോക്കിയപ്പോൾ ഭഗവാൻ മനസ്സിലായി. അങ്ങനെ പരമാർത്ഥം ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ചുറ്റും നടന്ന് പശുക്കളുടെയും കുട്ടികൾ ചത്ത് നിരന്നു കിടക്കുന്ന പശുക്കൂട്ടത്തിൻ്റെയും കൂട്ടുകാരുടെയും ചുറ്റും ഭഗവാൻ വാമേഷണം കൊണ്ട് അവിടെ നടന്നു. എന്താ വാമേഷണം? ദക്ഷിണം വലത്ത്, വാമ ഇടത്ത്. ഇടത്തെ കണ്ണുകൊണ്ട്, വാമേ അക്ഷം കണ്ണ്, അക്ഷണം. വാമ ഇടത്ത്, ഇടത്തെ കണ്ണുകൊണ്ട് തന്നിലങ്ങ് ഉറ്റ സുധാബിന്ദു തൂകി കടാക്ഷിച്ചു. ഭഗവാന്റെ ഇടത്തെ കണ്ണിൽ നിന്ന് സുധാ അമൃതാകുന്ന ആ ഭഗവാന്റെ അമൃത് ആ കണ്ണിൽ കൂടി തൂകി ആ കുട്ടികളെയും പശുക്കളെയും അങ്ങോട്ട് കടാക്ഷിച്ചൊരു നോട്ടം അങ്ങ് നോക്കി. മുറ്റം ഉറങ്ങിക്കിടന്ന അവർ അൻപിനോടുറ്റുണർവുറ്റ് എഴുന്നേൽക്കുന്ന അതുപോലെ എങ്ങനെയാ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ അവർക്ക് ഒന്നും അറിഞ്ഞില്ല. ഭഗവാന്റെ അമൃത് തൂകിയപ്പോൾ കണ്ണിൽ കൂടി കടാക്ഷിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വിഷം കുടിച്ച ഒരവസ്ഥയോ മരണപ്പെട്ട അവസ്ഥയോ അവർക്കുണ്ടായില്ല. അവർക്ക് ക്ഷീണം ഉണ്ടായില്ല. അവരെങ്ങനെ അവിടെ വീണെന്നും അവരറിയുന്നു. അവർ സുഖമായ ഒരു നിദ്ര, നല്ലൊരു നിദ്രയിൽ ഉറങ്ങി എഴുന്നേക്കുന്ന ഒരു ഉറക്കത്തിൽ ഉണരുന്നത് എങ്ങനെയാണ് അതുപോലെ അവർ ഒരു പ്രയാസവും കൂടാതെ ഉറങ്ങി എഴുന്നേറ്റതുപോലെ അങ്ങ് എണീറ്റു. അതാണ് മുറ്റും ഉറങ്ങിക്കിടന്നവർ അൻപിനോട് ഉറ്റ് എഴുന്നേൽക്കുന്നത് പോലെ. കുറ്റമൊഴിഞ്ഞെഴുന്നേറ്റാർ, ഒരു കുറ്റവും ഇല്ലാതെ അവർക്ക് യാതൊരു ക്ഷീണമോ എന്താന്ന് പോലും അറിയാത്ത വണ്ണം അവർ എഴുന്നേറ്റു. അതാണ് കുറ്റം ഒഴിഞ്ഞു, ഒരു വിഷമവും കൂടാതെ എഴുന്നേറ്റാർ. വിഷജ്വാല പറ്റി മയങ്ങിക്കിടന്നവരേവരും, ഇവരെങ്ങനെ കിടന്നവർ വിഷജ്വാല ഏറ്റ് കിടന്നതാ. ആ വിഷജ്വാല പറ്റി മയങ്ങിക്കിടന്നവർ ഒരു വിഷമവും കൂടാതെ ഒരു ദുഃഖവും അറിയാതെ വണ്ണം ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ അവരങ്ങ് എഴുന്നേറ്റു. ചിത്തം തെളിഞ്ഞഖിലേശ്വരൻ ദേവകീ പുത്രാന്തികെ മരുവിടിനാരങ്ങനെ. അപ്പോൾ ചിത്തം തെളിഞ്ഞ് അവരുടെ ഉള്ളത്തിൽ നല്ല എന്നത്തേനേക്കാളും നല്ല തെളിവുണ്ടായി. ഭഗവാന്റെ അമൃതാണല്ലോ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ അവർക്ക് എത്രമാത്രം ഉള്ളം തെളിഞ്ഞു, ചിത്തം തെളിഞ്ഞ് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭഗവാന്റെ ദേവകീദേവൻ, അതായത് പരമാത്മാവായ ഈശ്വരൻ ദേവകിയുടെ പുത്രനല്ലേ, ആ ദേവകിയുടെ പുത്രാന്തികെ ആ കൃഷ്ണൻ്റെ അടുത്ത് മരുവിടിനാരങ്ങനെ കുട്ടികളെല്ലാം വന്ന് ഭഗവാന്റെ അടുക്കലേക്ക് വന്നു. തത്ര നിഷിദ്ധജലയായ കാളുന്തി ശുദ്ധ കീലാലയാക്കണമെന്നുള്ളത് കൽപ്പിച്ച് അഖില ജഗന്മയൻ ഈശ്വരൻ ആ പന്നകേന്ദ്രനാ കാളിയൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു. ഭക്തി വളർത്തുടൻ ഉൽപ്പന്നമോദാൽ അഭയം കൊടുത്തുടൻ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ജലം, ഈ കാളുന്തി നദിയിലെ ജലം, തത്ര നിഷിദ്ധ ജലയായ ഈ കാളുന്തി, ഈ കുടിക്കാൻ കൊള്ളാത്ത ഈ വെള്ളം ശുദ്ധ കീലാലം വെള്ളം, അത് ശുദ്ധജലമാക്കണമെന്നുള്ളത് കൽപ്പിച്ചു ഭഗവാൻ. അങ്ങനെ എന്ത് ചെയ്തു ഭഗവാൻ? അത് ഈ കാളിയനെ അവിടെ നിന്ന് മാറ്റാതിരുന്നാൽ ഈ കുട്ടികൾക്ക് പശുക്കൾക്ക് വെള്ളം കുടിക്കണ്ടേ? എപ്പോഴും ഈ വിഷനീര് കുടിക്കാൻ പറ്റുമോ ജലം? അതുകൊണ്ട് ഭഗവാൻ ചിന്തിച്ചു, ഇത് ഈ നിഷിദ്ധമായ ഈ അഴുക്ക്, ഈ വിഷമായ ജലം, ഈ കാളന്തി ജലം ശുദ്ധമായ വെള്ളമാക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ച് കൽപ്പിച്ചുറച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കൽപ്പിച്ച അഖില ജഗന്മൻ ഈശ്വരൻ ആ പന്നകേന്ദ്രനാം കാളിയൻ തന്നെ ദർപ്പം, പന്നകേന്ദ്രൻ ആ പന്നകശ ആ കാളിയൻ്റെ ദർപ്പം അഹങ്കാരം ശമിപ്പിച്ചു. എന്നിട്ട് എന്ത് വന്നു? ഭക്തി വളർത്തുടൻ ഉൽപ്പന്നമോദാൽ അഭയം കൊടുത്തുടൻ. ആ അഹങ്കാരമല്ല, ആ കാളിയൻ്റെ അഹങ്കാരം, ദർപ്പം, അതൊക്കെ ശമിപ്പിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? കാളിന് ഭക്തി വളരാനുള്ള കാരണങ്ങൾ ഇട്ടുകൊടുത്തു. അപ്പോൾ ഭക്തി വളർന്നു ആ കാളിയന്. എന്നിട്ട് എന്ത് ചെയ്തു? ഉൽപ്പന്നമോദാൽ അഭയം കൊടുത്തു. എവിടെ? സുഖമായി ചെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം കൊടുത്തു. ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പിന്നെ നമുക്ക് എന്താ പറയുന്ന സ്ഥലം മാറ്റം അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു? ഭക്തി കൂടെ വളർത്തി കാളിയനെ. നന്നായി കാളിയമർദ്ദനം ചെയ്ത് തന്നെയാണ് ഭക്തി വർദ്ധിച്ചത്. അത് നമുക്ക് അടുത്തതിനകത്ത് വായിക്കാണ്ട്, കാരണം ഇതിൽ തന്നെ പറയും. ആ പന്നകേന്ദ്രനാം കാളിയൻ തന്നെ ദർപ്പം അഹങ്കാരം ശമിപ്പിച്ചു. ഭക്തി അപ്പം നമ്മുടെ ഉള്ളിലെ അഹങ്കാരങ്ങളും അജ്ഞാനങ്ങളും വേണ്ടാത്ത ദുശ്ചിന്തകളെല്ലാം നമുക്ക് മാറണം. അഹങ്കാരമൊക്കെ പോയെങ്കിലേ ഭക്തി വളരും. അതുകൊണ്ട് കാളിയൻ്റെ ഭക്തിയും വർദ്ധിപ്പിച്ചു ഭഗവാൻ. എന്നിട്ട് ഉൽപ്പന്നമോദാൽ അഭയം കൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറി താമസിക്കാനുള്ള അഭയം ഭഗവാൻ കൊടുത്തു. പുത്രധാരാദികളോടുകൂടെ ദുരിതം എത്രയും ദൂരെ നീക്കി കളഞ്ഞാൻ ചസ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും, ഒത്തിരി കുട്ടികളുണ്ട് സർപ്പത്തിന്, ഭാര്യയും മക്കളെല്ലാം മാറ്റി ദൂരേക്ക് വിട്ടു, ദൂരെ നീക്കി. തൽപ്രദേശം പരിസേവ്യമാക്കിയിടാൻ ഉൾപ്പൂവിൽ എല്ലാവർക്കും ഒത്തവണ്ണം മുത. അപ്പോൾ അവിടെ
ആ പ്രദേശം, കാരണം അവിടെ പക്ഷിക്ക് പറക്കാൻ വയ്യ, അതിലെ പോകുന്നവർക്കൊക്കെ വിഷങ്ങൾ ഏൽക്കുന്നു. ഇതുകൊണ്ട് ഭഗവാൻ അവിടെ ആ പ്രദേശം പരിസേവ്യമാക്കിയിടിനാൻ ഉൾപ്പൂവിൽ എല്ലാവർക്കും ഒത്തവണ്ണം, എല്ലാവർക്കും സന്തോഷകരമായി അതിലെ പക്ഷിക്ക് പറക്കാം, വെള്ളം നദിയിലിറങ്ങി മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാം, കുളിക്കാം, എല്ലാവർക്കും എല്ലാം ചെയ്യാം. അതുകൊണ്ട് വൃത്തിയാക്കി ശുദ്ധമാക്കി ഒത്തവണ്ണം തൽക്കഥ. അപ്പം ഇത് ഈ കഥ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൽക്കഥ. ഏവം നിശമ്യ തൊഴുത് അതിഭക്തിയാ നരപതി പിന്നെയും ചൊല്ലിനാൻ. ഈ കഥ പരീക്ഷത്തിന് ശുഗമഹാമുനി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത്രയും കേട്ടപ്പോൾ ശുഗമഹാമുനി വീണ്ടും ചോദിക്കുന്നു, ഈ കഥ ഏവം അപ്പം ഇത്രയേ പറഞ്ഞുള്ളൂ ഭഗവാൻ. ഈ കാളിയനെ അവിടുന്ന് സ്ഥലം മാറ്റി, മക്കളെയും ഭാര്യയും മാറ്റി നല്ലൊരു സ്ഥലം കൊടുത്ത് ദൂരെ നീക്കി കളഞ്ഞു. പക്ഷെ എങ്ങനെ ഭക്തി വളർത്തി എന്നുള്ളത് ഇതിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ഇവിടെ പരീക്ഷത്ത് ശുഗമഹാമുനി ചോദിക്കുക, അതും ഇനി അറിയണമെന്നാണ് പറയുന്നത്. കാരണം ഉൾപ്പൂവിൽ എല്ലാവർക്കും ഒത്തവണ്ണം അങ്ങനെ ഭഗവാൻ അയച്ചു. തൽക്കഥ, ഈ കാളിയൻ്റെയും ഈ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വിഷം കുടിച്ച് അവിടെ കിടന്നതും ജീവിപ്പിച്ചതും എല്ലാം കേട്ടപ്പോൾ, ഈ കാളിയനെ അവിടെ നിന്ന് മാറ്റിയെന്നും കൂടെ പറഞ്ഞപ്പോൾ എന്ത് ചോദിക്കുന്നു? ഭക്തിയാ നരപതി, അതായത് നരപതി ആരാ? ഭൂമിയുടെ പതി പരീക്ഷിത് മഹാരാജാവ്. ഭക്തിയാ ആണ് ഗുരുവിനോട് ഗുരു ആരാ? ശുഗമഹാമുനി. ശുഗമഹാമുനിയുടെ പിന്നെയും ചൊല്ലി ഞാൻ എന്താ? വിസ്തരിച്ചിന്നു അൻപോട് ഇനിയും. വിസ്തരിച്ച് ഇന്നും. ഇന്നു എന്ന് വായിക്കരുത്, ഇന്നെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഓർക്കാ വായിച്ചാൽ ഇന്നെന്നങ്ങ് വായിക്കും. ഇനിയും അൻപോട്, എനിക്ക് ഇനിയും കേൾക്കണം. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ അത് ഇന്നെന്നായിപ്പോവും. ഇനിയും ഇന്നും. അപ്പോൾ വിസ്തരിച്ച് ഇന്നും അൻപോട് ബോധാഗ്ര സംസിഗ്ധങ്ങളെല്ലാം ഒഴിയുമാർ അങ്ങനെ ചരിത്ര വിലാസങ്ങൾ കാളിയമർദ്ദന ആദിയെ ചൊല്ലിത്തരേണമേ. ഏവം നരപതി ചൊന്നളം അൻപഴും ഭാവനയാ സുഗന്ധാനഥ ചൊല്ലിനാൻ. അങ്ങനെ പരീക്ഷത്ത് ചോദിച്ചു, രാജാവ് ചോദിച്ചു, വിസ്തരിച്ചെനിക്ക് ഇത് പറഞ്ഞു തരണം. എൻ്റെ ബോധാഗ്ര സംസിഗ്ധങ്ങളെല്ലാം, എൻ്റെ സംശയങ്ങളെല്ലാം മാറിത്തരാൻ എനിക്ക് ഈ ചരിത്രങ്ങൾ, ഈ വിലാസങ്ങൾ എങ്ങനെയായി കാളിയമർദ്ദനം ആദിയെ. കാളിയമർദ്ദനം, ഭഗവാൻ കാളിയൻ്റെ തലയിൽ മസ്തകത്തിലിരുന്ന് നൃത്തം ചെയ്തില്ലയോ, അങ്ങനെ അതിനെ നന്നായി ശമിപ്പിച്ചു, വിഷമൊക്കെ തുപ്പിച്ചു, നന്നായി ചവിട്ടി നൃത്തം ചെയ്ത് കാളിയൻ്റെ ദർപ്പ അഹങ്കാരമൊക്കെ ശമിപ്പിച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് പരീക്ഷത്ത് ചോദിക്കുന്നു, അതെനിക്ക് ആ കാളിയമർദ്ദനമാദിയെ ആദ്യം തൊട്ട് എനിക്ക് പറഞ്ഞു തരണമേ. ഏവം ഇത് കേട്ടുന്ന ഏവം ഈ നരപതി ഈ പരീക്ഷത്ത് രാജാവ് പറഞ്ഞത് കേട്ട് ഭാവനയാ സുഗന്ധാനത ചൊല്ലിനാൻ. ശുഗമഹാമുനി അതിനി പറയുന്നു. അതാണ് ഇനി കാളിയമർദ്ദനം. അപ്പോൾ ഇങ്ങനെ ഓരോ കഥകൾ പരീക്ഷത്തിന് വീണ്ടും കേൾക്കണം. അത് ശുഗമഹാമുനി വീണ്ടും കൊടുക്കുന്നു. ഇപ്പം ഇത്ര നിർത്തി, ഭഗവാൻ ഇത്രയും പറഞ്ഞ് നിർത്തിയപ്പോൾ ശുഗമഹാമുനി ഇത്രയും പറഞ്ഞ് നിർത്തി, കാളിയനെ മാറ്റി. എന്നാൽ അതിൻ്റെ ബാക്കി ഇനിയും കേൾക്കണമെന്നായി. ഇന്ന് എൻ്റെ മക്കളും അങ്ങനെ ആണല്ലോ പറയുന്നത്, അമ്മേ അത് ഇന്ന് ആ നാമം കൊണ്ടൊന്ന് ഇട്ടുതരണേ, അതെനിക്ക് ഒന്നുകൂടെ ഇഷ്ടമാണ് കേൾക്കാൻ. എന്തൊരു ആനന്ദമാണ് അതൊക്കെ പറയുമ്പോൾ, നമുക്ക് സന്തോഷമായിട്ടൊന്ന് നിറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാനും തോന്നും. എന്താ കാരണം? മക്കളുടെ ആവശ്യങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു പ്രത്യേക ഒരു അനുഭൂതി വരും. അവർക്ക് കേൾക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കും അവർക്ക് ഇഷ്ടമല്ല, പിന്നെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കും. തൊണ്ടയ്ക്ക് വീണ്ടും ഈ കഫങ്ങൾ മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഭക്തിയായി, എനിക്കിതേ പറയാനുള്ളൂ. എനിക്കിപ്പം വയസ്സായതുകൊണ്ട് വലിയ ഭക്തിയൊന്നും ഇല്ല മക്കളെ. ഒരു 40 വയസ്സിലൊക്കെ ആയിരുന്നു എൻ്റെ എടുത്ത് കൗട്ടാക്കമൊക്കെ. അതുപോലെ നിങ്ങളായെങ്കിലേ നല്ല സമ്പത്ത് കാലത്ത് വേണം തൈ പത്ത് വെക്കാൻ. ആപത്ത് കാലത്ത്, ഇപ്പം ഞാൻ ആപത്ത് കാലമാണ്, ഇപ്പം ഞാൻ നന്നായി നുകരുന്നു. അന്ന് നട്ടു വെച്ചതിൻ്റെ ആദായം ഞാൻ ഇപ്പോൾ എടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ എടുത്ത് ഇത് ഇത്രമാത്രം ഇരുട്ട വെളുക്കുന്നവരെയും വെളുത്ത എഴുതുന്നവരെയൊക്കെ ഈ ആരാധനയും അതിൽ മുഴുകക്കും അങ്ങനെ അന്ന് എനിക്ക് ഈശ്വരകൃപ ഭഗവാൻ തന്നതിൻ്റെ പേരിൽ അപ്പം എനിക്ക് ദാരിദ്ര്യമില്ല. ഒന്നിനും ഈ ആത്മീയത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, എടുത്ത് വെപ്രാളം അങ്ങനെയുള്ള നിലവിളി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭഗവാൻ തന്നതുകൊണ്ട് ഇപ്പം എനിക്ക് അത് ഇനി വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് ഇനിയും വേണമെന്ന് പറയാൻ പറ്റുമോ? ആവശ്യത്തിനുണ്ടല്ലോ, ഇത്രയൊക്കെ മതിയല്ലോ. എനിക്ക് അത്യാർത്ഥിയൊന്നുമില്ല, എല്ലാം തൃപ്തികരമാണ്. ആത്മീയവും ലൗകികവും എല്ലാം തൃപ്തികരമാണ്. അതുകൊണ്ട് ഒന്ന് തന്നെ ഉള്ളത്. നാളെ ഇതുപോലെ മരണം വരെ നമുക്ക് ഭക്തിയായിട്ട് ഇരിക്കാനുള്ളൊരവസ്ഥ വേണം, അത്രയേ ഉള്ളൂ. അത് ഇടയ്ക്ക് വിട്ട് പോക്കൂടാ. നമുക്കത് മരണം വരെ ഓർമ്മശക്തി, ശ്രദ്ധ, ഭക്തി എല്ലാം പരമാത്മാവിൽ ലയിക്കാനുള്ള ഉള്ളത് അവിടെ ഇരിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം, അതേ ഉള്ളൂ. പിന്നെ ഉള്ളത് ആർക്കെങ്കിലും മക്കൾക്ക് ഇങ്ങനെ കൊടുക്കണത്, ഒരാൾക്കെങ്കിലും കൊടുക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞു.
ഒരാൾക്കല്ല, ഇപ്പോൾ ഒരുപാട് പേർക്ക് കൊടുത്തു, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതല്ലേ ഇപ്പം ഞാനിത്. അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാൻ പറയുന്നു, ആവുന്നത്തോളം ഇങ്ങനെ ചെയ്യൂ. കർമ്മം ചെയ്യണമല്ലോ, ഏതൊരു വ്യക്തികളും ഒക്കത്തോളമുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ കർമ്മം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് എപ്പം നിർത്താൻ ഭഗവാൻ എപ്പോഴാണ് അത് അപ്പോഴത് നിർത്തും. അതുകൊണ്ട് എല്ലാ മക്കളും ഇത് മനസ്സിലാക്കണം. നമുക്കെല്ലാം ആഗ്രഹങ്ങളും ഭഗവാൻ തരും. എന്താ ആദ്യമേ വേണ്ടേ? ഹൃദയശുദ്ധിയാക്കി ഈശ്വരനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുക. അപ്പോൾ സർവ്വതും അതിൽ കൂടെ ഉണ്ടാകും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.